അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയുമായി ഇതാ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. UAE ആദ്യമായി വരുന്ന ആളുകൾ, UAE വിസിറ്റിന് വരുന്ന ആളുകൾ, ജോലിക്ക് വേണ്ടി വരുന്ന ആളുകൾ, അല്ലാത്ത ആളുകൾ, നമ്മളൊക്കെ ചിന്തിക്കുന്നത്, നമ്മൾ ഇവിടെ വന്ന് നാട്ടിൽ നിന്ന് നമ്മൾ പൊതുവെ വിസിറ്റ് വിസയിൽ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് UAE എന്ന് പറയുന്ന ദുബായ് എന്ന് പറയുന്ന ആ ഒരു ലോകമായിരിക്കും നമ്മുടെ മനസ്സിലെല്ലാവരുടെയും. അപ്പോൾ ഇവിടെ UAE ജോലിക്ക് വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ദുബായിയുടെ ആ ഒരു മുഖമാണ്. ബുർജ് ഖലീഫ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഷെയ്ഖ് സായിദ് റോഡ്, ആ ബുർജ് ഖലീഫയും കുറേ ഹോട്ടലുകൾ, വലിയ വലിയ ലക്ഷറി ഹോട്ടലുകളും, ബുർജുൽ അറബ്, അങ്ങനെ തുടങ്ങിയുള്ള ലക്ഷറി ഏരിയകളായിരിക്കും പൊതുവെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ ചിന്തിക്കുന്നത്. അവരുടെ വിചാരം, അല്ലെങ്കിൽ നമ്മുടെ വിചാരം, ഞാനൊക്കെ അതുപോലെ തന്നെയാണ് UAEക്ക് വന്നത്. വരുന്ന സമയത്ത് കുറേ ആളുകൾ നമ്മളോട് പറഞ്ഞു തരും, UAE പഠിച്ചവർക്ക് നല്ലതാണ്, എന്തെങ്കിലും ഒരു ജോലി അറിയുന്ന ആളുകൾക്ക്, എന്തെങ്കിലും ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഇവിടെ വളരെ നല്ല ജോലി ഉണ്ടാവും, ചിലപ്പോൾ ആഴ്ചയിൽ 2 ലീവ് ഉണ്ടാവും, അങ്ങനെ പലതരത്തിലുള്ള നല്ല നല്ല സംഭവങ്ങളും ഇവിടെ ഉണ്ടാവും. അവർക്ക് പുറത്തു പോകാം, കറങ്ങാം, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. മറിച്ച് സാധാരണ ഒരു ജോലിക്കാരനെ സംബന്ധിച്ച്, അതായത് ഗ്രോസറി, സൂപ്പർ മാർക്കറ്റ്, ഹോട്ടൽ, അങ്ങനെ തുടങ്ങി സാധാരണ കൂലിപ്പണി, അങ്ങനെയൊക്കെ തുടങ്ങിയ ആളുകൾ UAEക്ക് വരാറുണ്ട്. അവരായാലും വരുന്ന സമയത്ത് ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, UAEയിൽ വന്ന ശേഷം ഹബീബി കം ടു ദുബായ് എന്ന് പറയുന്ന ആ ഒരു ഡയലോഗൊക്കെയാണ്. ഞാനൊക്കെ വരുന്ന സമയത്ത് കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, UAE എന്ന് പറയുന്നത് വളരെയധികം കഷ്ടപ്പാടിൻ്റെ നാടാണ്, ഇവിടെ വന്നാൽ പിന്നെ പുറലോകം കുറേ നാൾ കാണുകയില്ല, വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയാണ്, ഉറക്കില്ല, ഒന്നൊന്നും ഉണ്ടാവുകയില്ല, അതുകൊണ്ട് അതൊരു വലിയൊരു സ്വപ്നമായിട്ടൊന്നും കരുതേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വരുന്ന സമയത്ത് വളരെയധികം പേടിയോടുകയും അങ്ങനെയൊക്കെയാണ് ഇവിടെ വന്നത്. വന്നതിന് ശേഷം നമുക്ക് ചെറുങ്ങനെ മനസ്സിലായി തുടങ്ങി, അവർ പറയുന്നത് പോലൊന്നുമല്ല UAE എന്ന്. യഥാർത്ഥത്തിൽ അത് ഓരോരാളുടെ ഡിപ്പെൻഡ് അനുസരിച്ചുണ്ടാവും. ഓരോരാളുടെ പണി, ജോലി എന്താണ്, അല്ലെങ്കിൽ അവരെന്താണ് ചെയ്യുന്നത് എന്നതിനനുസരിച്ചായിരിക്കും UAEയിലെ കഷ്ടങ്ങളും പ്രയാസങ്ങളും നന്മകളും എല്ലാം അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഒരാൾ വിസിറ്റിൽ വന്ന ഒരു സുഹൃത്ത്, അദ്ദേഹം താമസിക്കുന്നത് ഒരു നല്ലൊരു ഏരിയയിലാണ്. അതായത് അവിടെ തടാകങ്ങളുണ്ട്, വെള്ളമുണ്ട്, കോർണിഷ് അടുത്താണ്, കടൽ, ബീച്ച് അടുത്താണ്, അതുപോലെ തന്നെ ആളുകൾ തിങ്ങിപ്പറക്കുന്ന വളരെ രസകരമായ ഏരിയയാണ്, ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണത്. ഷാർജയിലാണ്, വളരെ നല്ലൊരു സ്ഥലമാണ്, മജാസ് അല്ലെങ്കിൽ അൽഖാൻ എന്നല്ല പറയുന്ന സ്ഥലം. അവിടെ വന്ന ഒരു സുഹൃത്ത് പറഞ്ഞു, ഇത് മരുഭൂമി പോലെ ഉണ്ടല്ലോ, എന്താണിത്, എന്ത് ഭയങ്കര മരുഭൂമി പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ എനിക്ക് ചിരി വന്നു. കാരണം ഷാർജയിലെ ഏറ്റവും നല്ല ഒരു സ്ഥലം എന്ന് പറയുന്നത് തന്നെ, അത് ഹാർട്ട് ഓഫ് ഷാർജ എന്ന് പറയുന്നത് തന്നെ ആ ഒരു ഏരിയയാണ്. ആ ഏരിയയിൽ നിന്നുകൊണ്ട് അങ്ങനെ പറയണമെങ്കിൽ ആ ആൾ എത്ര പ്രതീക്ഷിച്ചിട്ടായിരിക്കും UAEക്ക് വന്നിട്ടുള്ളത്. കുറേ പ്രതീക്ഷിച്ചിട്ടാണ് വരുന്നത്. കാരണം നമ്മളിടുന്ന ഫോട്ടോസ്, നമ്മൾ കറങ്ങാൻ പോകുമ്പോൾ ഒക്കെ എടുക്കുന്ന ഫോട്ടോ വല്ലപ്പോഴേക്കായിരിക്കും അങ്ങനെ പോകുന്നത്. അതും പോകാത്ത ആളുകൾ തന്നെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. സാധാരണ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഇതുവരെ ഈ ബുർജ് ഖലീഫ എന്താണ് എന്ന് അറിയാത്ത ആളുകൾ പോലും ഉണ്ട്. ഫോട്ടോയിൽ മാത്രം കാണുന്ന, വീഡിയോയിൽ മാത്രം കാണുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകളുടെ സ്വപ്നം, അവർ എന്ത് ജോലിക്ക് വന്നാലും അവരുടെ സ്വപ്നം, ഇതൊരു സ്വർഗഭൂമിയായ നാടാണ്, ഇവിടെ വളരെയധികം എൻജോയ് ചെയ്യാമെന്ന് നമ്മളിടുന്ന പോസ്റ്റുകളും നമ്മളിടുന്ന ഫോട്ടോകളും, നമ്മൾ കറങ്ങാൻ പോകുമ്പോൾ എടുക്കുന്ന, ചിലപ്പോൾ വർഷത്തിലൊരിക്കലായിരിക്കും കറങ്ങാൻ പോവുക പുറത്തൊക്കെ പോലും, അല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം, മാസത്തിലൊരു പ്രാവശ്യം, അല്ലാത്തവരുമുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ആളുകളുണ്ട്. അതായിരിക്കും നമ്മൾ പോസ്റ്റായി ഷെയർ ചെയ്യുന്നത്. ആ സമയത്ത് എടുത്ത 5-10 ഫോട്ടോസ് അല്ലെങ്കിൽ 20 ഫോട്ടോസ്, വ്യത്യസ്തമായ സ്ഥലത്ത് നിന്ന് എടുത്ത ഫോട്ടോസൊക്കെ നമ്മളിടും. അത് കാണുന്ന സമയത്ത് അധികവും നമ്മുടെ തലച്ചോറ് തന്നെ ചിന്തിച്ച് തുടങ്ങിയിരിക്കുകയാണ്, ഇതാണ് ദുബായ്, നമ്മൾ പോകുന്നത് ഇങ്ങനെയുള്ള സ്ഥലത്താണ്. അതായത് നമ്മുടെ ജോലി എന്ന് പറയുന്നത് ബുർജ് ഖലീഫൻ്റെ ഉള്ളിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് കിടക്കുന്ന മറ്റുള്ള സ്ഥാപനങ്ങളിലാണ്,
വളരെ ലക്ഷറി ആയിട്ടുള്ള ഹോട്ടലുകളിലായിരിക്കും നമ്മുടെ ജോലി എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. അവരുടെ യോഗ്യതക്കനുസരിച്ചും അല്ലെങ്കിൽ അവരുടെ ജോലിയുടെ അവസ്ഥക്കനുസരിച്ചും അത് മാറും. ചില ആളുകൾക്ക് പെരുന്നാളിന് വരെ ലീവില്ലാതെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ പലതരത്തിലും ബുദ്ധിമുട്ടിയും അല്ലാതെയും ജോലി ചെയ്യുന്ന ആളുകൾ ഇവിടെയുണ്ട്. അതിവിടെ വന്ന് നമ്മൾ കാണുമ്പോൾ മാത്രമാണ് അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാവുക. സത്യത്തിൽ ഒരു ജോലിക്ക് വരുമ്പോൾ കൃത്യമായ ഒരു ജോലി അറിഞ്ഞിരിക്കുക എന്നുള്ളത്, ഏതെങ്കിലും ഒരു ജോലിയിൽ പഠിച്ച് വൈദഗ്ധ്യം നേടി വരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, വിസിറ്റ് വിസയിൽ വരുന്ന ആളുകൾ, വിസിറ്റ് എടുത്ത് ജോലിക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന ആളുകൾ, അവരുടെ ചെലവ് എന്ന് പറയുന്നത് സാധാരണ ചെലവ് ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് ടിക്കറ്റ് പിന്നെ വിസിറ്റ് വിസയുടെ ചെലവ് ഇത് മാത്രമാണെന്നായിരിക്കും. പക്ഷെ അങ്ങനെയല്ല. നമുക്കിവിടെ വന്നതിന് ശേഷം റൂമിന്, ഫുഡിന് ഒരു നല്ലൊരു എമൗണ്ട് വേണം. മാത്രമല്ല നമ്മൾ ജോലിക്ക് വേണ്ടി പുറത്തു പോകുന്ന സമയത്ത് അപ്പോഴും ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഒരു എമൗണ്ട് വേണം. പിന്നെ എന്ന് പറയുന്നത് മൊബൈൽ എക്സ്പെൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് വിസിറ്റ് വിസയിൽ വരുന്ന ഒരാളുകൾ ഇതൊക്കെ കൃത്യമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഞാനിപ്പോൾ പറഞ്ഞത്.